അതിന് അനുവദിക്കുമോ? ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഒരു മകൻ പോയിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അനുവദിച്ചേക്കാം അങ്ങനെ ഞാൻ പറയുള്ളൂ. അനുവദിക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തോ പോട്ടെ, അതങ്ങനെ ഇരിക്കട്ടെ, അത് നിങ്ങൾ തീരുമാനിക്കും. സ്ത്രീ അനുവദിക്കൂ. ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന നിലവാരം, ഉയർന്ന ടോപ്പ്, ഇതാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം ഞാൻ എങ്ങനെ മറുപടി പറയും? കാരണം അവർ ഞാനോട് സംസാരിച്ചു വന്നപ്പോൾ അവർക്ക് എന്നിൽ തോന്നിയ വിശ്വാസമോ എന്തോ കൊണ്ടായിരിക്കും ആ ചോദ്യം ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് അതിന് ആൻസർ കൊടുത്തു. പറ്റില്ല എന്നാണ് ഞാൻ ആൻസർ കൊടുത്തത്. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് നിങ്ങളുടെ മകനോ നിങ്ങളുടെ മകൾക്കോ, അതായത് മകനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലർ 10% ഉള്ളൂ. അതിനപ്പുറമൊന്നും ഞാൻ ഇവിടെ കേരളത്തിൽ കാണില്ല. ഇനി പിന്നെയാണ് മകൾക്ക് പറ്റില്ല. ഭാര്യയുടെ അമ്മ, അല്ല ഭാര്യയുടെ അമ്മ എന്നല്ല, അമ്മമാര് എഗെയിൻസ്റ്റ് ഒരുപാട്. അതായത് ഭാര്യയുടെ അമ്മ, ഭർത്താവിൻ്റെ അമ്മ, അല്ലാത്ത അമ്മമാര്, വിവാഹം കഴിച്ചവര്, വിധവയാവര്, ഇങ്ങനെ ആർക്കെങ്കിലും ഒരു 50 വയസ്സിന് താഴെ. ഇനി 50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പൊറുക്കും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണെന്നാണ് ഇപ്പോഴും എൻ്റെ അനുഭവം, ഞാൻ കണ്ട കാഴ്ചപ്പാടിൽ ഇവിടെ തെളിയുന്നത്. ആ ചോദ്യം ജെന്യൂനാണ് പ്രിയ സുഹൃത്തുക്കളെ. ആ ചോദ്യത്തിൻ്റെ മുൻപേ അല്ല ഞാനല്ല ഇതായത്. കേരളത്തിൽ ഇത് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയണില്ല. നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ നന്നായിട്ട് മാറേണ്ടിയിരിക്കണം. എങ്ങനെ മാറണമെന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടികളെ ആയാലും പയ്യന്മാരെ ആയാലും, അതായത് നമ്മുടെ സ്റ്റുഡൻസ് എന്നാണ് ഇന്നെ പറയാം, നമുക്ക് ഏറ്റവും എളുപ്പം പറയണതാണ് കുട്ടികൾ എന്നുള്ള സ്റ്റുഡൻസ്. ഇവരെ എല്ലാം തന്നെ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കി പഠിപ്പിച്ച് സ്കൂളിൽ നിന്ന് ഇറക്കുക. അതേ ഉള്ളു വഴി. അവരുടെ കഴിവുകളെ പ്രൊമോട്ട് ചെയ്ത് അവരെ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യണതിന് നമ്മൾ അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പല കാര്യത്തിലും ഇവർ മറ്റു മുന്നോട്ട് പോകണത്, വിദ്യാഭ്യാസം. അതുകൊണ്ടല്ലോ നമ്മളെ ഈ കയറി അടിക്കാൻ ആർക്കും പറ്റാത്തത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരവരുടെ ഒരു അനുഭവിക്കുന്ന ഒരു സുഖവും സ്വാതന്ത്ര്യവും ഉണ്ട്. അത് അവരവനെ അനുഭവിക്കുന്നവനെ അറിയാവും. അത് അനുഭവിക്കാതെ വീട്ടിൽ ഇരിക്കുന്നവർക്കാണ് അതിൻ്റെ സങ്കടവും അറിയാവും. നമ്മൾ എന്നാണോ ഒരു വ്യക്തി, ഞാൻ അതാണ് ഒരു വ്യക്തി, അത് ആണാകട്ടെ പെണ്ണാവട്ടെ ആരോട്ടെ, അപ്പൂപ്പനാവട്ടെ, അപ്പൂപ്പൻ്റെ അച്ഛനാവട്ടെ, മകനാവട്ടെ, മകളാവട്ടെ, ആരും ആകട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു 24 മണിക്കൂർ